കസ്റ്റമർ അപകടത്തിലാണെന്ന കാര്യം ഈ ഹെയർ ഡ്രസ്സർ ശ്രദ്ധിക്കുന്നു. കാമുകന്റെ പരാക്രമം കൂടിയായപ്പോൾ അവൾക്കത് തീർച്ചയായി. തുടർന്ന് അവൻ അടുത്തേക്ക് വന്നപ്പോൾ അന്ന പെട്ടെന്നൊരു കൈകൊണ്ട് അവളോട് നെറ്റിമറച്ചു. എന്നിരുന്നാലും ഈ പ്രവൃത്തി അവനിൽ സംശയം ജനിപ്പിക്കുകയും അന്നയോട് അവളുടെ കൈ മാറ്റാൻ ആവശ്യപ്പെടുകയും ചെയ്തു. തുടർന്ന് അന്ന എഴുത്ത് മായത്തക്ക വിധം അമർത്തി കൈവലിച്ചു. പെൺകുട്ടിയുടെ മുഖം അബദ്ധത്തിൽ വൃത്തികേടാക്കിയെന്ന് അവകാശപ്പെടുകയും വൃത്തിയാക്കാൻ ടവൽ എടുക്കാൻ പോയ അവസരം വിനിയോഗിച്ച് മാനേജറോട് എല്ലാ വിവരങ്ങളും അന്ന തുറന്നു പറഞ്ഞു. പോലീസ് വരുന്നത് വരെ അയാൾ രക്ഷപ്പെടുന്നത് എങ്ങനെയും തടയണമെന്ന് മാനേജർ നിർദ്ദേശിച്ചു. എന്നാൽ ഇവരുടെ സംസാരം ക്ലീനർ ഒളിഞ്ഞു കേൾക്കുന്നുണ്ടായിരുന്നു. തുടർന്ന് അന്ന പെൺകുട്ടിയുടെ മുഖം തുടച്ചതിന് ശേഷം ഒരു സൗജന്യ ഫേഷ്യൽ ട്രീറ്റ്മെന്റ് ഓഫർ ചെയ്തു. സൗജന്യമായതുകൊണ്ട് തന്നെ അയാൾ അതിന് സമ്മതിച്ചു. അതേസമയം ക്ലീനർ അയാളുടെ അരികിൽ ചെന്ന് അന്ന പോലീസിനെ വിളിച്ച് കാര്യം അറിയിച്ചു. പ്രതിഫലമായി ക്ലീനർക്ക് താൻ $50 നൽകി. എന്നിട്ട് കാമുകിയെ കൂട്ടിക്കൊണ്ടുപോവാൻ അടുത്തേക്ക് ചെന്നു. എന്നാൽ മുഖംമൂടി മാറ്റിയതും അത് തന്റെ കാമുകിയല്ല മാനേജറാണെന്ന് മനസ്സിലായി. തുടർന്ന് അവൻ കാമുകിയെ തപ്പി സ്റ്റോർ റൂമിലേക്ക് കയറിയതും അന്നയും മാനേജറും അവനെ അതിലിട്ട് പൂട്ടി.